ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മൈദ വെച്ചിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ മൈദ വെറുതെ കലക്കിയിട്ട് നമ്മൾ ചുട്ടെടുക്കാറുണ്ട്. അപ്പോൾ അതിന് പകരം നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ കറി ഇല്ലാതെയും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ. നമ്മുടെ മക്കളുടെ രാവിലെ സ്കൂൾക്ക് കൊടുത്തയക്കാനൊക്കെ നമുക്ക് പറ്റിയിട്ടുള്ള ഒരു ദോശയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും എടുക്കാം കേട്ടോ. നമ്മൾ ഈ ചെയ്യുന്ന രീതിക്ക് തന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് മൈദയാണ്. അപ്പോൾ നമ്മളൊരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ സെയിം അളവിൽ തന്നെ ഒരു കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് അളന്ന് വെച്ചിട്ടുള്ള മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ വെള്ളം കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ സെയിം അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ഒഴിവാക്കണ്ട കേട്ടോ, അത് ചേർക്കുമ്പോഴാണ് ഒത്തിരി കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ജസ്റ്റ് ഞാൻ എന്തായാലും സ്പൂൺ വെച്ചിട്ട് ഒന്ന് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അടിയിൽ വെള്ളം ആയതിൻ്റെ പേരിൽ തന്നെ മാവ് അരയാതിരിക്കൊന്നുമില്ല, എന്നാലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പോഴത്തെ ഞാൻ ആ ഒരു മൈദ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ കണ്ട നമ്മൾ കറക്റ്റ് സെയിം അളവിൽ തന്നെ വെള്ളം ഒഴിച്ചതുകൊണ്ട് തന്നെ ഒത്തിരി അങ്ങോട്ട് ലൂസായിട്ടല്ല കേട്ടോ ബാറ്റർ കിട്ടിയത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മറ്റുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 നുള്ളു മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നിർബന്ധമില്ല, നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. നമ്മുടെ ആ ഒരു ദോശയ്ക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മുട്ടയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 2 മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ മുട്ടയുടെ എണ്ണം കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ദോശയുടെ ടേസ്റ്റും നല്ല ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു മുട്ടയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് മുട്ട ചേർത്ത് കൊടുക്കരുത് കേട്ടോ. നമ്മൾ മാവൊക്കെ അരച്ചതിന് ശേഷം മാത്രമേ ഈ മുട്ട ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു മുട്ട നമ്മുടെ ഒരു മാവിൽ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു കോഴിമുട്ട കലങ്ങാണ്ട് കിടക്കരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇതാ കുറച്ച് കട്ടിയാണ് കേട്ടോ. അപ്പം നമ്മുടെ മിക്സിയുടെ ജാറിൽ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ 2 മുട്ടയൊക്കെ ചേർത്തിട്ടാണെങ്കിൽ നിങ്ങളുടെ വെള്ളത്തിൻ്റെ അളവും നമ്മുടെ മാവിൻ്റെ ലൂസൊക്കെ നോക്കിയിട്ട് പിന്നെ വെള്ളം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ, ഈ ഒരു രീതിക്കാണ് മാവ് ഇരിക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ചുട്ടെടുക്കാം. അപ്പം ഞാൻ ദോശച്ചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ എന്തിലാണോ ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ അത് വെച്ച് കൊടുക്കുക. ഇപ്പം നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ അതും വെച്ച് കൊടുക്കുക. അപ്പം ഞാൻ 3 എണ്ണയൊക്കെ ഒന്ന് തടവിയിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദോശച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായ ശേഷം കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മാവ് കോരി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ദോശയായിട്ടാണ് വേണ്ടതെങ്കിൽ മാവ് അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഞാൻ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെച്ചെങ്കിൽ അതിൽ ഒരു തവി മാവ് ഒഴിച്ചിട്ട് നമുക്ക് ആ ഒരു പാന് പിടിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് 2 ഭാഗം മറിച്ചിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ചപ്പാത്തിയൊക്കെ പൊള്ളി വരുമല്ലോ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് പൊള്ളിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. നമുക്കിത് 2 തരത്തിലായിട്ടാണെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ മുകൾ ഭാഗത്ത് ഞാനൊരു ഇത്തിരി ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ശേഷം നമുക്ക് 2 ഭാഗവും നല്ലോണം മൊരിയിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം ഇതൊന്ന് മൊരിയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ ആ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തതിൻ്റെ പേരിൽ തന്നെ നമ്മുടെ ഒരു ദോശ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അരികും എല്ലാം നല്ല മൊരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പം ഞാനിത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് മൊരിച്ചിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ നന്നായിട്ടൊന്ന് ഇങ്ങനെ പൊള്ളി വരികയൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ 2 ഭാഗവും നന്നായിട്ടൊന്ന് മൊരിയിപ്പിച്ച ശേഷം ഞാനിതാ അത് ദോശക്കല്ലിൽ നിന്ന് മാറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്തത് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ദോശയുടെ പുറത്ത് ഓയിൽ ബ്രഷ് ചെയ്യേണ്ടെന്നാണെങ്കിൽ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ.
പക്ഷെ അങ്ങനെ നമ്മൾ എണ്ണയൊക്കെ തടവി ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. ആ ഒരു ചൂടോടെ ആ ഒരു മൊരിച്ചിലോടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പറാണ്. കറിയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ അടുത്തത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതാ ഇത്തിരി ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു ഭാഗം ഏകദേശമായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വളരെ കനം കുറഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ ഒരു ദോശ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഒത്തിരി കട്ടിക്കാകുമ്പോൾ അത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. വളരെ തിന്നായിട്ട് തന്നെ ഈ ഒരു ദോശ ഉണ്ടാക്കിയിട്ട് രണ്ട് ഭാഗം മൊരിപ്പിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി. അപ്പോൾ ഇതാ ഓരോ ഭാഗവും ഞാനൊന്ന് മൊരിപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഇത് അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു പാനിൽ. അപ്പോൾ ഇതാ ഇതും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്ത് മാറ്റുക. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചുട്ടെടുക്കാം. നമ്മുടെ ഈ ഒരു ബാറ്റർ ഒത്തിരി അങ്ങോട്ട് ലൂസായി പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരുപാട് കട്ടി ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിൽ ബാറ്റർ ഉണ്ടാക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഇത്രയും തിന്നായിട്ടുള്ള ദോശ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാനിതാ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് അതും കൂടെ മൊരിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മൈദ വെച്ചിട്ടുള്ള വളരെ തിന്നായിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും ഉള്ള ദോശ ഇതാ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമ്മൾ വെറുതെ മൈദ കലക്കിയിട്ട് നമ്മൾ ദോശ ചുട്ടെടുക്കാറുണ്ട്. അപ്പം അതിന് പകരം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനും ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, നല്ല ടേസ്റ്റാണ്. ആ ഒരു മൊരിച്ചലോട് കൂടിയിട്ട് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേ. നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി മറക്കരുത് കേട്ടോ. നമ്മളെ ചാനലിൽ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള അപ്പത്തിൻ്റെയും ഒക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈസ്റ്റും ബേക്കിംഗ് സോഡയോ ഇനോയോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പികൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതും ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഒത്തിരി റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കയറി കണ്ടു നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. ഇതുപോലെ ദോശ ഉണ്ടാക്കി നോക്കിയവരുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ തരിക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.